ഇങ്ങനെ എൻ്റെ കണ്ണിൽ ഇങ്ങനെ ഒരു നീരുണ്ടായിരുന്നു. അപ്പം പിന്നെ കണ്ണിങ്ങനെ ബൾജ് ചെയ്ത് വന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഗ്രന്ഥി വളർച്ചയാണെന്ന് പറഞ്ഞത്. മെഡിസിൻ എടുത്തിരുന്നു, അത് പതുക്കെ മാറി. പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് അത്ര ക്ലിയർ ആയില്ല. ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥി. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ കോർണറിലായിട്ടാണ്. ആ ഗ്രന്ഥിക്ക് ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് ഒരു വീക്കമാണ്. അതെന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള എന്തെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളും ഉണ്ടാവാം. അത് ഇനിഷ്യലി നമ്മൾ അതിന് ഒരു സിംറ്റമാറ്റിക് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ടാബ്ലറ്റ്സും കാര്യങ്ങളും കൊടുക്കും. അതിൽ റിസോൾവ് ആകുന്നില്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ പിന്നീട് സ്കാൻ ചെയ്യേണ്ടതായിട്ട് വരും. സ്കാൻ ചെയ്ത് അതെന്താണ് റീസൺ എന്ന് കണ്ടുപിടിക്കണം. അത് ശരിക്കും ഒരു ഗ്രോത്ത് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സ്വെല്ലിംഗ് എന്നോർത്ത് നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഇതിന് പ്രോപ്പറായിട്ട് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മൾ അതിനായിട്ട് ഒരു ഓർബിറ്റ് അല്ലെങ്കിൽ ഓക്കുലോപ്ലാസ്റ്റി സർജനെ കാണുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ.